അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിൽ ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഫാബ്രിക് ഓപ്പൺ ചെയ്ത് നോർമൽ ജിമെയിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട്, അതായത് ഔട്ട്ലുക്ക് അക്കൗണ്ടോ യൂസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാൻ നോക്കുന്ന ടൈമിൽ നമുക്കൊരു എറർ മെസ്സേജ് കാണാം. ലൈക്ക് ഇപ്പോൾ നമ്മുടെ നോർമൽ ജിമെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാബ്രിക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഓർഗനൈസേഷൻ ഇമെയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇമെയിൽ വേണമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു എറർ മെസ്സേജ് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഫിക്സ് ചെയ്യാമെന്നും അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു ഫാബ്രിക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാം, സോഹോ മെയിലിന് സെർച്ച് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഹോ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിലും പോലെ തന്നെ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു പുതിയ മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെയിൽ യൂസ് ചെയ്ത് നമ്മൾ സൈനപ്പ് ചെയ്യുന്ന ടൈമിൽ ഫാബ്രിക് ഇതൊരു ഓർഗനൈസേഷൻ മെയിൽ ഐ ഡി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാബ്രിക്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ പേഴ്സണൽ മെയിലിനുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ഒരു യൂസർ നെയിം കൊടുക്കുക. ലൈക്ക് ഇപ്പോൾ ഫ്രീ ഫാബ്രിക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഒരു യൂസർ നെയിം കൊടുക്കുക. അതേപോലെ തന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറും കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഐ അഗ്രി ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് നൗ അടിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്യും, നമുക്കൊരു OTP വരും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സോഹോ മെയിൽ ID ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളിവിടെ പ്രൊഫൈൽ ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യുക. പ്രൊഫൈൽ ഐക്കണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സോഹോ മെയിൽ ID ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത്, നമ്മളുടെ സോഹോ മെയിലിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ സ്റ്റാർ ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫാബ്രിക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇത് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുന്ന ടൈമിൽ ഇത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പിൻ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സോഹോ മെയിലിൽ വന്നിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൽ ID കോപ്പി ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക, സബ്മിറ്റ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇപ്പോൾ ഇവിടെ കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ഇവിടെ കാണുന്ന സംഭവങ്ങളിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിം, സർനെയിം കൊടുക്കണമെന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കൺട്രി, പിന്നെ നമ്മളൊരു ഫോൺ നമ്പർ, ഒരു ജോബ് ടൈറ്റിൽ, കമ്പനി നെയിം, അതിൽ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് നെയിം, സർനെയിം, അതേപോലെ തന്നെ കൺട്രി, പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അത് കറക്റ്റ് കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കൊടുത്താൽ നല്ലത്. നമ്മൾ സോഹോ മെയിൽ ID ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മൊബൈൽ നമ്പറില്ലേ, അത് കൊടുത്താൽ ബെറ്ററാണ്. കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വേറെ ഏതെങ്കിലും നമ്പർ കൊടുത്താൽ മതി. പിന്നെ ജസ്റ്റ് ജോബ് ടൈറ്റിൽ, എന്തെങ്കിലും കമ്പനി നെയിം, പിന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അത് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, സെൻഡ് കോഡ് അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ ഈ മെയിലിലേക്ക് എന്ത് ചെയ്യും, ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. നമ്മുടെ സോഹോ മെയിലിലേക്ക് വരിക. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടിക്ക് ചെയ്യുക, രണ്ടും ടിക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുന്നതിന് നെക്സ്റ്റ് അടിക്കുക.
ഗെറ്റ് സ്റ്റാർട്ട് അടിക്കുക. നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓതൻറ്റിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ നെക്സ്റ്റ് അടിക്കാം, ഒന്നുകൂടി നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും, ഒരു QR കോഡ് വരും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഓതൻറ്റിക്കേറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇത് സ്കാൻ ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യുക, ഫോൺ വ്യൂ ഒന്ന് കാണാം. ജസ്റ്റ് നമ്മുടെ ഫോണിലെ ക്യാമറ എടുക്കുക, എന്നിട്ട് നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ഓതൻറ്റിക്കേറ്റർ ആപ്പ്, മൈക്രോസോഫ്റ്റിൻ്റെ ഓതൻറ്റിക്കേറ്റർ ആപ്പാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഓതൻറ്റിക്കേറ്റർ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ അടിക്കുക, എല്ലോ കൊടുക്കുക, എക്സെപ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ സ്കാൻ QR കോഡ് എന്നാണ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ QR കോഡ് ഒന്നുകൂടെ സ്കാൻ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓതൻറ്റിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ട്. അപ്പോൾ ഓതൻറ്റിക്കേറ്റർ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക, നമ്മളെ PC നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ PC ഇൻ്റർഫേസിലൊരു നമ്പർ കാണാം, അത് നമ്മൾ ഓതൻറ്റിക്കേറ്റർ ആപ്പിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പ് വ്യൂ ഒന്ന് കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഓതൻറ്റിക്കേറ്റർ ആപ്പിൽ നിന്ന്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ PC ഇപ്പോൾ റീസെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ PC ഇപ്പോൾ കാണിക്കുന്നത് 90 ആണ്. അപ്പോൾ 90 ജസ്റ്റ് എൻ്റർ ചെയ്യുക, TS അടിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ PC ഇത് ഓതൻറ്റിക്കേറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മളുടെ PC ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓതൻറ്റിക്കേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഇമെയിൽ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഇതൊരു റിക്കവറി ഇമെയിൽ പോലെ ആഡ് ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഈ ബാക്ക് ബട്ടൺ അടിക്കുക. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഫാബ്രിക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫാബ്രിക്കിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫാബ്രിക് അക്കൗണ്ട് 60 ദിവസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതായത് 2 months. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് അതിനുള്ളിൽ തന്നെ നമുക്ക് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ പ്രൊജക്ട്സ് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാനും വർക്കൗട്ട് ചെയ്ത് നോക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുക. പുതിയൊരു സോഹോ മെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക, ഒരു ഫാബ്രിക് അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് യൂസ് ചെയ്യാം. സോ റിപ്പീറ്റ് ദ പ്രോസസ്സ്. ഇതാണ് നമ്മുടെ ഫാബ്രിക് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മുമ്പോട്ടുള്ള വീഡിയോയിൽ ഉള്ള എല്ലാ ഫീച്ചേഴ്സും വെച്ചിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എങ്ങനെ 1 lake ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് 1 lake, അതേപോലെ എല്ലാ കോൺസെപ്റ്റിനെ പറ്റിയിട്ടും എന്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കോൺസെപ്റ്റ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ.